ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് വന്നത് 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ എന്തോ തേടിക്കൊണ്ടിരിക്കുവാണ്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യം തേടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോർ ഇൻഫർമേഷൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് പലയിടത്തും സെർച്ച് ചെയ്യുന്നതാവും. ഇത് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആളുകളെ സെർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ ട്രേസ് ചെയ്യുന്നതോ ആണ്. സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ ലാസ്റ്റ് സീൻ നോക്കുന്നതോ അവരുടെ സ്റ്റേറ്റസ് നോക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ മറ്റ് പ്ലാറ്റ്ഫോംസിൽ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നതാണ്. ഫോളോ ചെയ്യാൻ മീൻസ് അവരെ ട്രേസ് ചെയ്യുന്നതാണ്. അതാണ് 2 ഓഫ് വാൺസ് പറയുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് വാൺസ് പറയുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളെ സെർച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 2 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളൊരു തീരുമാനം വേണോ വേണ്ടയോ എന്നുള്ളൊരു അട്ടർ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളിന്ന് അത് മുന്നോട്ട് പോകാം എന്ന് തീരുമാനം എടുത്ത് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് 2 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെയും സെലിബ്രേഷൻ്റെയും ദിവസമാണ്. ഇന്ന് നിങ്ങൾ 2 പേരുള്ളിടത്ത് നിന്ന് മൂന്നാമതൊരു ഗ്യാതറിങ് ഉണ്ടാവുന്നതാണ്. അതായത് മൂന്നാമതൊരാൾ നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്ന് ചേരുക, അവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുക. അതാണ് നിങ്ങളിന്ന് മുന്നേ പോയിട്ടുള്ള ഒരാളാണ് കേട്ടോ. മുൻപ് പോയിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഒരു നിങ്ങളിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുന്നു, അവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നു എന്നാണ് 3 ഓഫ് കപ്പ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും സെലിബ്രേഷൻസിൽ നിങ്ങൾ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. ഇന്ന ദിവസം എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ ഒരു ചെറിയ ട്രിപ്പിലോ ഒക്കെ നിങ്ങൾ പങ്കെടുക്കാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് 3 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണലി കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എവിടെയോ ഒരിടത്ത് നിന്ന് ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ ഇമോഷണൽ കണക്ഷൻസ് നിങ്ങളെ തടയും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഇമോഷണൽ ഡിസ്കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ ഇമോഷണൽ കണക്ഷൻ വേണമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്നേ ദിവസം അത് വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അത് വേണ്ടെന്ന് വെച്ച് നിങ്ങൾ മറ്റൊരു ദിക്കിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയുടെ ഡയറക്ഷൻ പെട്ടെന്ന് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ. പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ മാറ്റാനോ അല്ലെങ്കിൽ യാത്രയുടെ ഒരു ഗതി മാറാനോ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഇമോഷണലി കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആളുകളോട് കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ. നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസിൻ്റെ കാർഡാണ്. ലവേഴ്സിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ലവറായിരുന്ന ആളുകൾ നിങ്ങളിലേക്ക് കണക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അതാണ് പാസ്റ്റ് ലൈഫ് ലവേഴ്സിൻ്റെ കാർഡാണ്. ഇത് നിങ്ങളുടെ സോൾമേറ്റുമാണ്. അപ്പോൾ ഒരു സോൾമേറ്റ് റീയൂണിയൻ ഇവിടെ പോസിബിൾ ആവുന്നുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പം സെപ്പറേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിന്ന് വിത്ത് ഫിസിക്കൽ ഇൻറ്റിമസി നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അത് ലവിൻ്റെയും സെക്ഷ്വാലിറ്റിയുടെയും കാർഡാണ് ഈ പറഞ്ഞ ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയുടെയൊക്കെ ഒരു ട്രേറ്റ്സ് ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് ഈ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് തുല്യമായ തക്കതായ ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും ഇന്ന് മറ്റുള്ളവരോട് അവരുടെയും കൂടെ ഒരു ഭാഗം നിന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതായത് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് തുല്യമായിട്ടൊന്ന് ഇങ്ങോട്ട് കിട്ടുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവൃത്തി ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരോടും വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ഇന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് 4 ഓഫ് വാൺസ് ആണ്. അപ്പോൾ വീണ്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഇത് സോൾമേറ്റ്സ് റീയൂണിയൻ ആണ്. അപ്പോൾ സോൾമേറ്റ്സ് റീയൂണിയൻ മാത്രമല്ല, ഇതൊരു ട്വിൻ ഫ്ലെയിം റീയൂണിയനും കൂടിയാണ്. അപ്പോൾ ഇവിടെ 2 റീയൂണിയൻ്റെ കാർഡ് വരുന്നുണ്ട്. ലവേഴ്സും 4 ഓഫ് വോൺസും ആണ്. അപ്പോൾ സോൾമേറ്റ്സ്
ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ആളുകൾ കേട്ടോ, ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള സോൾമേറ്റ്സിൻ്റെ റീയൂണിയൻ അത് ഇന്നലെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു 4 ഓഫ് വാണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ കാർഡ് വന്നേക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ആരെങ്കിലും ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീയൂണിയന് പോസിബിലിറ്റി ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യാനോ നിങ്ങൾ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവരെ അളക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് നിങ്ങളെ അളക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഉദ്ദേശം മനസ്സിലാവാതെ എന്താണിതെന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ജഡ്ജ്മെൻറ്റ് ചെയ്യുക. അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 ഓഫ് വാണ്ടാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ വിദേശത്തു നിന്നുള്ള എന്താണോ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനാണ് വരാനുള്ളതെങ്കിൽ ഇന്ന ദിവസം കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഘട്ടം വരെ ഇന്ന് എത്തി നിൽക്കുന്നു എന്നാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവർക്ക് നിങ്ങളുടെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിദേശത്തേക്ക് പഠിക്കാനോ മറ്റോ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുട്ടികളൊക്കെ അവർക്കും ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരുന്നതായിട്ടാണ് 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അത് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിന്നിരുന്നതെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉറച്ചൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് 3 ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. എന്ത് ഘട്ടത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുവാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ചില ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുകളിലേക്ക് നിങ്ങൾക്ക് ഇന്ന് ചെല്ലാൻ പറ്റും. ആ ആളുകൾ മറ്റൊന്ന് ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഒരു ടീമായിട്ട് കൊളാബറേഷനായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് 3 ഓഫ് പെൻറ്റക്കിളിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളിൽ നിന്നും ഗൈഡൻസ് സ്വീകരിക്കുന്ന ഗൈഡൻസ് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആ പഠിത്തത്തിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക, അവിടെ ഒരു അപ്രൻറ്റീസ്ഷിപ്പിന് പോവുക, അതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മതപുരോഹിതന്മാരിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങോ ഒരു ഗൈഡൻസോ ഒരു കുംഭസാരമോ അല്ലെങ്കിൽ ധ്യാനം കൂടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ മതപുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുചേർന്ന് പ്രവർത്തിക്കുക അതിനുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ പണം ധാരാളമായിട്ട് വരാനായിട്ടും സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഒരു മണി സോഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുമെന്നാണ്. നെക്സ്റ്റ് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്നും നിങ്ങൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് മാറി ഇന്ന് ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം എന്നും എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് മാറിപ്പോകും. നിങ്ങളുടെ മനസ്സ് മറ്റൊരു പാഷനിലേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിന്ന് മറ്റൊരാളിലേക്ക് പോവുക. ഈ ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡാണ് മങ്കി മൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിലും ഉറച്ചു നിൽക്കാതെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വാണ്ട്. അതായത് ഒരു പാഷനെ ചേസ് ചെയ്ത് ഉറപ്പായിട്ട് അതിനെ ട്രേസ് ചെയ്തിട്ടുണ്ടാവും, അതിനെ പിടിച്ചിട്ടുണ്ടാവും, അത് ക്യാച്ച് ചെയ്യുന്നുണ്ടാവും, അതിൽ അച്ചീവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അതിനോടുള്ളൊരു താല്പര്യം പോയിട്ട് നെക്സ്റ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കും എന്നാണ് ഈ കിങ് ഓഫ് വാണ്ട് പറയുന്നത്. ഈ ചില മനുഷ്യർ എപ്പോഴും അവരുടെ പാഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് കുക്കിംഗ് ആയിരിക്കും, അത് കഴിഞ്ഞപ്പോൾ ഗാർഡനിങ് ആയിരിക്കും, അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പാഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളിലെ വാട്ട് ഈസ് നെക്സ്റ്റ്, ഇത് ഓക്കെ ഞാനിത് അച്ചീവ് ചെയ്തു, ഇനി അടുത്തത് എന്താ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചാടി നടക്കുന്ന മനുഷ്യരില്ലേ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. വളരെ മച്ചുറായിട്ട് തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും, വളരെ പാഷനേറ്റ് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ മനസ്സിങ്ങനെ ചാഞ്ചാടി നടക്കുന്ന ഒരു ദിവസമായിട്ടാണ് കിങ് ഓഫ് വാണ്ട് പറയുന്നത്. അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റില്ല, അടുത്തയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് കിങ് ഓഫ് വാണ്ട് പറയുന്നത്. ലാസ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഒരു മടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒരു നിരാശ, ഒരു മടുപ്പ്, ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങളെ തട്ടിച്ച് നോക്കുന്നതുകൊണ്ടായിരിക്കും, കമ്പയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ കിട്ടിയേക്കുന്നതിലൊരു സംതൃപ്തി ഇല്ല, മടുപ്പ്, വേണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു തീരുമാനം എടുക്കാമായിരുന്നു, ബെറ്റർ ആയിട്ടൊരു ചോയ്സ് എടുക്കാമായിരുന്നു എന്ന് നമുക്കൊരു മടുപ്പ് തോന്നുന്നൊരു എനർജിയാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം അത് വേണമായിരുന്നോ എന്ന് നമ്മൾ രണ്ടാമതൊരു തിങ്കിങ്ങിലോട്ട് വരത്തില്ലേ, അതിന് പറയുന്നതാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജി.
ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ഇന്നൊരു പുതിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താണ്, ഒരു മെൻ്റൽ ക്ലാരിറ്റി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ന്യൂ ബേബി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്കാകാം, നിങ്ങളുടെ ജീവിതത്തിലേക്കാകാം ഒരു ന്യൂ ബേബി വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പുതിയ ന്യൂ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സർജറിയൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സർജറി വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു സർജറിക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കത്തി കൊണ്ടൊക്കെ മുറിവുണ്ടാകാൻ, ആയുധങ്ങൾ കൊണ്ട് മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. ഓക്കെ, ഇതാണ് ഏസ് ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. ഇത് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മറ്റുള്ളവരോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തുന്നതാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ആർഗ്യുമെൻ്റൊക്കെ ആയിരിക്കാം അങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയ 2 ഔട്ട് ബേസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഒന്ന് മടുപ്പ് തോന്നുക എന്നൊരു കാര്യവും വരുന്നുണ്ട്. പിന്നൊന്ന് എവിടെയോ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അത് ചില ആളുകളോടായിരിക്കും, ചില വളരെ സ്നേഹമായിട്ടിരുന്ന ആളുകളോട് പെട്ടെന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ എടുത്തുപോയ തീരുമാനം ശരിയായില്ലേ, ഒന്നുകൂടെ പുനഃപരിശോധിക്കണോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നതും ആകാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ളൊരു ജനറൽ എനർജി അല്ലെങ്കിൽ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം, എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് നോക്കാം. എന്താണ് ഫസ്റ്റ് ഗൈഡൻസ്? ടേക്ക് ആക്ഷൻ എന്നാണ്. അപ്പോൾ നിങ്ങളായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഏഞ്ചൽസ് ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കുന്നത്. നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം. രണ്ടാമത്തത് അബണ്ടൻസ് ആണ്, ധാരാളിത്തം. അല്ലെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, നിങ്ങളെ സംബന്ധിച്ച് അബണ്ടൻസ് എന്താണോ അത് നിങ്ങളിലേക്ക് വരും. സന്തോഷമാണെങ്കിൽ അത്, മനസ്സമാധാനമാണെങ്കിൽ അത്, പണമാണെങ്കിൽ അത്, നിങ്ങൾ എന്താണോ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് അത് ഇന്ന് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. അപ്പോൾ ഹെൽത്ത് കുറച്ച് കോൺഷ്യസ് ആയിരിക്കുക, ഹെൽത്ത് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏസ് ഓഫ് സ്വോർഡ് ബോട്ടമായിട്ടൊക്കെ വന്നുകൊണ്ടേ സർജറിയൊക്കെ ഉണ്ടാവാനോ അല്ലെങ്കിൽ മുറിവുകളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഓക്കെ, നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? എന്ത് ഗൈഡൻസാണ് ലവേഴ്സിന് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്നത്? ഫസ്റ്റ് കാർഡ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ലവ് ലൈഫ് കുറേ പ്രോബ്ലംസിലാണെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ആയിരിക്കാം. അപ്പോൾ അവിടെ പേരൻസുമായിട്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരാളോട് ഒരു റൊമാൻറ്റിക് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്, നമ്മൾ ഇത് ലവ് ഓറക്കിളാണല്ലോ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് അത് വളരെ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ് ആണ്, അത് ജെന്യുവിൻ ആണ്, നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക എന്നാണ്, നിങ്ങളത് മനസ്സിലാക്കുക, ട്രസ്റ്റ് ചെയ്യുക എന്നാണ്. നെക്സ്റ്റ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെ കുറച്ച് കോൺഷ്യസ്നെസ് കൊണ്ട്, പേടി കൊണ്ട് നിങ്ങളെ അൺഫോൾഡ് ചെയ്യാതിരിക്കുക, നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കുക, നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ബൗണ്ടറിക്കകത്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ അൺഫോൾഡ് ചെയ്ത് വിടണം എന്നാണ്. ഈ സിറ്റുവേഷൻസ് എല്ലാം നാച്ചുറലി ഓർഗാനിക് ആയിട്ടൊക്കെ വരട്ടെ. നിങ്ങളായിട്ട് കൺട്രോൾ ചെയ്യേണ്ട, കൺട്രോൾ ഇഷ്യൂസ് എല്ലാം മാറ്റി വെക്കാനാണ് പറയുന്നത്. നിങ്ങളെ ഓപ്പൺ അപ്പ് ആക്കി വെക്കൂ. മനസ്സിൽ വരുന്ന എന്താണോ അത് അതുപോലെ പ്രകടിപ്പിക്കൂ. മനസ്സിലൊന്ന് വെച്ചിട്ട് വേറെ രീതി ബിഹേവ് ചെയ്യരുത്. റിലീസ് യുവർ എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന എക്സ്, എന്ത് എക്സ് ആണോ, അതിപ്പോൾ എക്സ് പേഴ്സൺസ് ആണെങ്കിലും എക്സ് സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനെയെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല എനർജീസ് നിങ്ങളിലേക്ക് വരുള്ളൂ. അത് എക്സ് തന്നിട്ടുള്ള ട്രോമാസ് ആയിരിക്കും, നിങ്ങളുടെ എക്സ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എക്സ് സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്തായാലും അത് തന്നിട്ടുള്ള ട്രോമാസും ആ ബാഡ് എനർജീസിനെ മൊത്തം ക്ലെൻസ് ചെയ്ത് കളയുക. അപ്പോഴാണ് പുതിയ എനർജീസ് നിങ്ങളിലേക്ക് വന്ന് നിറയുകയുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പായാലും മനസ്സമാധാനമായാലും എല്ലാം സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്, റൊമാൻസ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് നമ്മുടെ റീഡിങ്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്തിട്ടില്ലാത്തൊരു ഹൈപ്പ് ചെയ്യണം. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ 12,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെയധികം നന്ദി പറയുന്നു. പിന്നെ തരുന്ന എല്ലാ കോംപ്ലിമെൻറ്റ്സിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി. വന്നിരുന്ന ഓരോ കമൻറ്റിനും താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. നീളം മെസ്സേജ് കോമൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം they are actually they are spending too much time on me. അവരെ എനിക്ക് വേണ്ടിയിട്ട് കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ അവർ നിങ്ങളെ ഞങ്ങളിൽ വെച്ചിട്ടുള്ള ട്രസ്റ്റിനെ ഐ ഡു ഗിവ് ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടോ. എനിക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞൊക്കെ സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. അത് നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഷ്യസ് ആയിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നതിൽ താങ്ക് യു സോ മച്ച് ടു ദ യൂണിവേഴ്സ്. എന്നിലൂടെ അത് നിങ്ങളിലെത്തുന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് താങ്ക് യു സോ മച്ച് ഫോർ യു. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.